ജില്ലയിലെ 500ാമത് കെ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റോർ പദ്ധതി പൂർണ്ണമാകുമ്പോൾ കേരളത്തിലുള്ള 14,100 റേഷൻ കടകളിൽ നിന്ന് എവിടെ നിന്നും സാധാരണക്കാരന് സ്മാർട്ട് കാർഡ് ഉപയോഗിച്ച് അരി വാങ്ങിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി മന്ത്രി GR അനിൽ പറഞ്ഞു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ കീഴിൽ തൃശൂർ ജില്ലയിലെ പ്രവർത്തനം ആരംഭിക്കുന്ന 500ാമത് കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ജനകീയമായ നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ജില്ലയാണ് തൃശൂർ. തൃശൂരിലെ 311 നമ്പർ റേഷൻ കടയിലാണ് കേരളത്തിൽ ആദ്യമായി കെ സ്റ്റോർ ആരംഭിച്ചത്. ഇപ്പോൾ ഇത് 500 എണ്ണമായി. ഇത് തൃശൂർ ജില്ലയ്ക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ആദ്യഘട്ടത്തിൽ കേരളത്തിലെ 2000 റേഷൻ കടകളിലാണ് കെ സ്റ്റോർ സൗകര്യം ഏർപ്പെടുത്താൻ ലക്ഷ്യം വച്ചിരുന്നത്. 20 മാസങ്ങൾക്കുള്ളിൽ 1720 കടകളിൽ ഈ സേവനം ലഭ്യമാക്കി. 2025 നവംബർ 1 കേരളത്തെ അതിദാരിദ്ര്യരില്ലാത്ത സംസ്ഥാനമായി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ താലൂക്കിലെ 357 നമ്പർ റേഷൻ കടയാണ് 500ാമത് കെ സ്റ്റോറായി മാറിയത്. സഞ്ചരിക്കുന്ന റേഷൻ കടകൾ മുഖേന കെ സ്റ്റോർ സൗകര്യങ്ങൾ ആദിവാസി ഊരുകളിൽ എത്തിക്കുന്ന പദ്ധതി ചടങ്ങിൽ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃശൂർ ജില്ലയിൽ 15 ആദിവാസി ഊരുകളിലായി 520 കുടുംബങ്ങൾക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടകളുടെ പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ മുകുന്ദ് ഠാക്കൂർ, ജില്ലാ സപ്ലൈ ഓഫീസർ PR ജയചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വളരെ സാധാരണക്കാരായ കുടുംബങ്ങളെ സംബന്ധിച്ച് ആശ്വാസം പകരുന്ന പദ്ധതിയാണ് ഇവിടെ പറഞ്ഞ സഞ്ചരിക്കുന്ന റേഷൻ കട. ആദിവാസി ഊരുകളിൽ ഈ ജില്ലയിലെ 15 ആദിവാസി ഊരുകളിലായി 520 കുടുംബങ്ങൾക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ പ്രയോജനമുണ്ട്. അവരെ ഊരുകളിൽ, അവരെ സങ്കേതങ്ങളിൽ ഭക്ഷ്യധാന്യം ഗവൺമെൻറ് ചിലവിലെത്തിച്ചു കൊടുക്കുകയാണ്. അതെന്താ കാര്യം? അവർക്ക് 6, 7, 10 കിലോമീറ്റർ സഞ്ചരിച്ച് റേഷൻ വാങ്ങാൻ കടയിൽ വരേണ്ടുന്ന അവസ്ഥ പല ഘട്ടങ്ങളിലും പ്രയാസകരമാകുമ്പോൾ അവർ അരി വാങ്ങുന്നത് ഉപേക്ഷിക്കും.